എന്ത് പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പോകുന്നത്. അതേണ്ട് ഇനി അടുത്തെത്തി വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഗിഫ്റ്റാണ് ഞാനിന്ന് കാണിക്കുന്നത്. പൈപ്പ് ക്ലീനറാണ് മെയിനായിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നല്ല 3D ആയിട്ട് ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഹാർട്ടാണ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതേണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹാർട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു 3D ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഹാർട്ടാണല്ലോ നമുക്ക് മെയിനായിട്ട് ഉള്ള ഒരു ഐറ്റം. നമ്മുടെ ആ ഒരു ഇഷ്ടം, ആ പ്രണയമൊക്കെ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ഹാർട്ടാണല്ലോ. എനിക്ക് വേണ്ട ഒരു 3D ടൈപ്പ് വരത്തക്ക രീതിയിലുള്ള ഹാർട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ ചെറിയൊരു ഹാർട്ട് ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റിനുമായിട്ട് അകത്തൂടാണ് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് പിന്നെ അതിനെ ഒന്ന് വെളിയിലോട്ട് പുള്ളി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടെണ്ണം ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്നത്, അല്ല ആ ഒരു 3D എഫക്റ്റ് വരുന്ന ഒരു ഹാർട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഹാർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഹാർട്ടിൻ്റെ അകത്ത് വേറൊരു ഹാർട്ട് എന്ന രീതിയിലും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം പൈപ്പ് ക്ലീനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് പൈപ്പ് ക്ലീനർ യൂസ് ചെയ്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വാലൻറ്റൈൻസ് ഡേക്ക് വാലൻറ്റൈൻ ഉണ്ടല്ലോ, സോൾമേറ്റ് ഉണ്ടല്ലോ കൊടുക്കാനായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഈ ഒരു ഗിഫ്റ്റ് ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മൾ തന്നെ നമ്മുടെ എഫേർട്ട് ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സോൾമേറ്റിന് ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ. എനിവേ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, അത് ചെയ്തിട്ട് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മെയിലിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോയും കൂടെ ഒന്ന് കാണിക്കുവാണെങ്കിൽ എനിക്കതൊരു സന്തോഷമാണ്. പിന്നെ ഇതിന് സ്റ്റെമ്മായിട്ട് ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ നമ്മുടെ ഫ്ലവറിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതാണ് ഞാൻ കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് ക്ലീനർ തന്നെ കൊടുക്കാം. ഞാൻ ഇതുപോലെ കമ്പിയാണ് കൊടുക്കുന്നത്. ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കമ്പിയാണ് കൊടുക്കുന്നത്. അത് ആദ്യമേ നമ്മൾ ഒരു ഹാർട്ടിൻ്റെ അകത്തിങ്ങനെ ഗമ്പ് പറ്റി കൊടുക്കുന്നുണ്ട്. ആ കമ്പിയും കൂടെ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് മറ്റേ ഹാർട്ടും കൂടെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വേണ്ടി ഇതുപോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന നല്ല പഫി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു 3D എഫക്റ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഹാർട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിനെ ഇനി നമ്മൾ സാധാരണ ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൂട്ടത്തെ ഫ്ലവർ പോട്ടിൻ്റെ അകത്തോട്ട് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചുകൊണ്ട് വേണേൽ ചെറിയൊരു ബൊക്കെയായിട്ട് വേണമെങ്കിലും കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഞാനിങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഓർത്താൽ ഇതൊരു ബൊക്കെയാക്കിയാലും അടിപൊളിയായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്ട് ഇതുപോലെ ഒരു പോട്ടിൻ്റെ അകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബീഡ്സും കൂടെ വാരി വിതറി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗിഫ്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഗിഫ്റ്റ് ഐറ്റമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈയും കൂടെ ചെയ്യും.